5 അപ്പത്തെ കുറിച്ച് 7000 പേരെ തീറ്റിപ്പോറ്റിയ 4 അപ്പത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാ വിഷയം. അത് വെച്ചാൽ ഈ ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം സമൃദ്ധമായ ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളതെന്ന വിഷയം. അതാ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. മത്തായിയുടെ സുവിശേഷം 16:8. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, എന്ന് അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുവോ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 16:9. 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതാണ് വിഷയം. ഇപ്പം ഇങ്ങനെ റിവിഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ ഒരു ഡാർക്ക് ഏജ് വന്നാൽ, ബ്ലാക്ക് സ്പോട്ട് ഫെയ്ത്തിൽ വന്നാൽ, ദൈവത്തെ ഫീൽ ചെയ്യുന്നില്ലാത്തൊരു കാലഘട്ടം വന്നാൽ, നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഉടനെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ടൈമിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞാൽ ആ 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടയാണ് നിങ്ങൾ ശേഖരിച്ചത്? എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ്, ആ ഈശോ തന്നെയാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ളത്. അത് പറയാൻ കാരണം, ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം ഇല്ലേ, 28:20, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും. എന്താ വിഷയം? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, വെദർ യു എക്സ്പീരിയൻസ് മീ ഓർ നോട്ട്. മനസ്സിലായി? അപ്പം നമുക്ക് വിശ്വാസം തോന്നിയാലും ഇല്ലെങ്കിലും അത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ബാധിക്കുന്നില്ല. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോഴേ ഇപ്പം നമുക്ക് 0 എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഫെയ്ത്ത് ബ്ലാക്ക് ഔട്ടാണ്, നമുക്ക് ഇപ്പോഴും ഒരു ഡാർക്ക് ഏജ് ആണ് വരണമെങ്കിലും, നമ്മളെ ഏറ്റവും കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ച ഒരു കാലമുണ്ട്, ദൈവത്തെ അനുഭവിച്ച കാലം. ചിലപ്പോൾ ആദ്യ കുർബാന ആയിരിക്കാം, ആദ്യ കുർബാന